ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായി. അതിൻ്റെ അടിയിലൊരു മരിപ്പുണ്ടായി. പിന്നെ എന്തായാലും തസ്തിയുടെ മൂത്താപ്പം മരണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 2-3 ദിവസമായിട്ട് ഷോപ്പും ഉണ്ടാകുന്നില്ല, അവിടെ ഉണ്ടാകുന്നില്ല. ഞങ്ങൾ എന്തായാലും മൂപ്പരൊക്കെ അവരുടെ വിശാലമായി കൊടുക്കട്ടെ, എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തിയ. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ വീഡിയോകളും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരുന്നത്. അപ്പോൾ നമ്മൾ വീട് പണിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് എല്ലാവരും. അപ്പോൾ നമ്മളെ വീട് പണിൻ്റെ ഏകദേശം അപ്ഡേറ്റുമായിട്ട് വന്നതാണ്. ഇനി നമ്മൾ മാക്സിമം നമുക്ക് ഇങ്ങനത്തെ തിരക്കുകൾ കാരണമാണ് ഇടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരാവുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഷോപ്പിലത്തെ ആണെങ്കിലും ഷോപ്പിലത്തെ മെസ്സേജുകൾ നിങ്ങൾ നോക്കണില്ല പറഞ്ഞിട്ട് 2-3 ദിവസം നമ്മൾ ഷോപ്പേ തുറന്നിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല. ഏറാ എൻ്റെ ഹെൽപ്പറാണ്. അപ്പോൾ ഞങ്ങൾ നനക്കാൻ ഇറങ്ങിയതാണ്. തറപ്പണി ഏകദേശം കഴിഞ്ഞു, ഫൗണ്ടേഷനും ബേസ്മെൻറ്റും കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് ഒരാഴ്ച നനച്ചിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ബെൽറ്റ് വരുന്നത്. അപ്പോൾ ഫുള്ള് നനക്കലാണ്. തസ്ലിയൊക്കെ നനച്ചാണ് ഉളമുഖക്കൊക്കെ വെയിലുണ്ട് വാടി ഞങ്ങളുടെ അപ്പോൾ ഞങ്ങൾ ഇതാ ഇൻഷാ അല്ലാഹ് തുടങ്ങിയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ തറപ്പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് വലുതാക്കി കാണിച്ചു തരാം. ഓക്കെ, ഇനി വന്നിട്ട് ബെൽറ്റാണുള്ളത്. ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ ഫുള്ള് കാണിക്കാം. എന്തായാലും അൽഹംദുലില്ലാഹ് ഇതുവരെ ആയി കിട്ടി. ഇനിയും തുടർന്നും ആവാൻ എല്ലാവരും ദുആ ഉൾപ്പെടുത്തിയ. ഓക്കെ, ഇനി ഈ മണ്ണൊക്കെ അതിക്ക് ഇടണം. പക്ഷേ ഈ മണ്ണ് തികയോന്ന് അറിയില്ല. എന്തായാലും ഇതാണ് ബാക്ക് സൈഡ് കേട്ടോ. ബാക്ക് സൈഡ് വന്നിട്ട് ഇതാണ്, ഇങ്ങനെയാണ് വരിക. പിന്നെ ഇനി അപ്സ്കെയറാണ് വരുന്നത്. എന്തായാലും നമ്മൾ സാവധാനം തന്നെ ചെയ്യാൻ, നമുക്ക് ഒരു ധൃതിയിലാവാം. കാരണം ആക്കും പോലെ ചെയ്യാൻ തന്നെ കരുതിക്കണം. എൻ്റെ ഹെൽപ്പർ വളരെയൊക്കെ നനക്കം നമുക്ക് ടോയ്ലറ്റ്, റൂം, അടുക്കള, ഇത് വന്നിട്ട് ഡൈനിങ്, പിന്നെ ഇത് പ്രയർ ഹാളാണ്. ഇത് വന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞത് ജസ്റ്റ്. ഇത് ലിവിങ് ആണ്. ഇത് ചെറിയൊരു കോട്ടിയാട് വരും. ഇത് വന്നിട്ട് സിറ്റ് ഔട്ടാണ്. 2 റോട്ടിൽ നിന്ന് കാണുമ്പോൾ നമ്മളെ കട കേട്ടോ കാണുന്നത്. ഓക്കെ, റോട്ടിൽ നിന്ന് കാണുമ്പോൾ ഈ സൈഡും സിറ്റ് ഔട്ടായി പോലെ തോന്നും. തസ്ലിയൊക്കെ ഭയങ്കര നനക്കല്ലാണ്. ഞാൻ വീഡിയോ എടുത്ത് നടക്കല് അതാണ് നനക്കല്. ഇത് വന്നിട്ട് റൂമും ബാത്റൂമുമാണ്. ഇത്ര തന്നെയുള്ളൂ വരുന്നത്. പിന്നെ അപ്സ്കെയറാണ് വരുന്നത്. പിന്നെ ഇത് ചെറിയൊരു കോട്ടിയാട് വരും. ഇപ്പോൾ എല്ലായിടത്തും വരുന്ന പോലെ തന്നെ. അത് കഴിഞ്ഞാലുള്ളൂ പറയാൻ കഴിയാം. പക്ഷെ എന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് തറ കാണുമ്പോൾ ഇതെന്താന്നൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് കാണിച്ചു തന്നതാണ്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളെ പ്രാർത്ഥനയും സപ്പോർട്ടും. അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി. റിപ്ലൈ തരാമെന്നത് ഞാൻ പറഞ്ഞല്ലോ, 2-3 ദിവസമായിട്ട് ഷോപ്പ് ഉണ്ടാകുന്നില്ല, അതുകൊണ്ടായിരുന്നു. ഓക്കെ, അഞ്ഞ നനക്കണത് അതോ തറയെ നനക്കണത്? അപ്പോൾ വൈപ്പായി കിട്ടോ? ഓൾക്ക് ദിവസക്കൂലിയാണ്, അല്ലെങ്കിൽ നനക്കുമ്പോൾ. അപ്പോൾ ഗൈസ്, അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി മണ്ണിട്ട് നിരത്തണം. തറ മൊത്തത്തിൽ എല്ലാവരും കണ്ടില്ലേ. ഇനി മുറ്റത്ത് ഇവിടുന്ന് കുറച്ച് മണ്ണെടുക്കാണ്ട് എന്നിട്ട് അവിടെ ശരിയാവും. അതേപോലെ അവിടുന്ന് മണ്ണെടുത്താലോ നമുക്ക് കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ, വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ അവിടെ കൊടുക്കാം. ഓക്കെ, അവിടെ സൈഡ് നല്ല കെട്ട് വരും. പക്ഷെ ഇപ്പം നമ്മൾ വെറുതെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. വരപ്പണി എത്രത്തോളം നമുക്ക് എത്തിച്ചാൻ പറ്റുമോ അത്രത്തോളം എത്തിച്ചാൽ, പിന്നെ പതുക്കെ ചെയ്യാന്നുള്ളൊരു രീതിയിലാണ് നമ്മളുള്ളത് ഇപ്പോൾ നിലവിൽ. എന്തായാലും നിലവിലുള്ള ഇങ്ങനെയാണ്. ഇനി ബെൽറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദിവസം വീഡിയോസും കാര്യങ്ങളും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇനി കുറച്ച് നേരം ഞാൻ വെള്ളം നനക്കട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഞാട്ടി വിടും. ലേറ
അയറക്കുട്ടി 2 തറ അനച്ചപ്പത്തിന് കുഴങ്ങി. ഒക്കെ വെള്ളം വേണം. കുഴങ്ങിച്ച് അങ്ങനെ ഗൈസ് ഞങ്ങൾ നനക്കലും ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കടയൊക്കെ തുറന്നു. പിന്നെ കുറച്ചൊക്കെ ഓർഡർ എടുത്ത് നേരെ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ഭക്ഷണം കഴിച്ചിരിക്കുകയാണ്. ഇനി ഷോപ്പിൽ തന്നെ ഇറങ്ങണം. പിന്നെ അപ്പോൾ നമ്മൾ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ 3Dയും അതുപോലെ തന്നെ പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇൻഷാല്ലാ കൊടുക്കുക. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിരുന്നു. അപ്പോൾ അതായിരുന്നു ഇൻഷാല്ലാ. അപ്പം അങ്ങനെയാണ് വിവരങ്ങൾ. അപ്പം ഉമ്മയും ഉമ്മയൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പം ഇനി വൈകുന്നേരം ഒന്നും നടക്കണം. ഉച്ചക്ക് നടക്കൂല. ഇമ്മാരി ചൂടത്ത് ഇറങ്ങാൻ കഴിയില്ല. പിന്നെ കടിക്കും പോകണം. പിന്നെ എനിക്ക് വേറെയും പരിപാടികളുണ്ട്. നമുക്ക് 2-3 പരിപാടികളുണ്ട്. ഒക്കെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരും നമ്മുടെ പ്രാർത്ഥനയിലൊരിടം നമുക്കും തരിക. പിന്നെ അവിടുത്തെ അമ്മക്കും കുഴപ്പങ്ങളൊന്നുമില്ല. അവിടെ വരലുണ്ട്. പിന്നെ തസ്ലിൻ്റെ അമ്മ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മിഞ്ഞാന്നിരുന്നു 3 ദിക്കറും കാര്യങ്ങളൊക്കെ. അന്നാണ് തസ്ലി അവിടെ നിന്ന് പോകുന്നത്. 2-3 ദിവസമായിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഉമ്മൻ്റെ ഉള്ളിൽ ഉമ്മാൻ്റെ കാലെങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ. കാലിപ്പോൾ നിലവിൽ നടക്കാൻ ഇപ്പോഴും ആയിട്ടില്ല. അങ്ങനെയൊക്കെ ഇത് ഇമ്മാനെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് കാലെന്ന് ചോദിക്കുന്നുണ്ട്. കാലിതാ പിന്നെ ഇപ്പോഴും നടക്കാനായിട്ടില്ല. നീരുണ്ട് ചെറുതായിട്ട്. പക്ഷെ നമ്മൾ ഇതാണ് കമ്പി ഇട്ട ഭാഗം ഇപ്പോഴും പുറത്തേക്ക് തന്നെയാണ്. അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത്? നടന്നു കഴിഞ്ഞാൽ ഡോക്ടർ എന്താ പറഞ്ഞത്? നടന്നു കഴിഞ്ഞാൽ കമ്പി പറഞ്ഞു പോരുന്നല്ല, പൊട്ടിയാണ് പോരുന്ന പറഞ്ഞത്. വാക്കർ വെച്ചിട്ടാണ് ഇപ്പം നടക്കുന്നത്. പിന്നെ ഇനിയൊരു സാധനം കൂടി ഇട്ടരാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതും കൂടി ഇട്ടിട്ട് പതുക്കെ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പഠിച്ചോം പെട്ടെന്ന് ഷിഫയാക്കി തരട്ടെ അല്ലേ? എല്ലാവരും ദുആ ചെയ്യും. അമ്മ ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട്. അപ്പോൾ നിലവിലിപ്പോൾ അതാണ്. പിന്നെ ഷുഗറും കാര്യങ്ങളൊക്കെ എന്നും കൂടുതൽ തന്നെയാണ്. അതങ്ങോട്ട് സെറ്റ് ആവണില്ല. എന്നാലും ഇൻസുലിൻ വെച്ചിട്ട് അങ്ങനെ പോകണം. പിന്നെ അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തിയ കാലിപ്പോൾ നിലവിലെ അവസ്ഥ അങ്ങനെയാണ്. പിന്നെ നമ്മളെ പെരപ്പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മാക്ക് കാണാൻ ഇറങ്ങാനൊന്നും പറ്റുന്നില്ല അല്ലേ? എന്നാലും ഉമ്മ ഇവിടുന്ന് ഇങ്ങനെ ജനലിൽ കൂടി നോക്കും. അതേപോലെ സ്വിച്ച് ഔട്ടിൽ വാക്കർ വെച്ചിട്ട് പോവാനിട്ട് പിന്നെ തൊയിരം തരില്ല. നനച്ചിലേ പിടിച്ചിലേ ഇതാക്കിലേ. അല്ലെങ്കിൽ ഉമ്മക്ക് പണ്ട് ഒക്കെ ചെയ്തിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഒന്നിനും കഴിയുന്നില്ല. അസുഖങ്ങളും ബുദ്ധിമുട്ടും കാരണം. എന്തായാലും കുഴപ്പമില്ല. ഇങ്ങനെയെങ്കിലും ഇങ്ങനെ ഈ ആരോഗ്യത്തോടെ പഠിച്ചോ മുന്നോട്ട് ഇനിയും ദീർഘായുസ്സും ആരോഗ്യമൊക്കെ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. ഞങ്ങൾ ദുആ ചെയ്യുന്നു, നിങ്ങളും ദുആ ചെയ്യുക. ഓക്കെ. അതുപോലെ നമ്മുടെ ഷോപ്പിൽ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഉമ്മ കുറേ കാലയിലെ കടയിലേക്ക് വന്നിട്ട് വീഡിയോയിൽ കാണുന്നുണ്ടാവില്ല അല്ലേ? അപ്പോൾ നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ വിളിച്ചല്ലേ? അതെ, നമ്മളെ നമ്പറിൽ വിളിച്ചാൽ മതി. നല്ല അടിപൊളി ചുരിദാറുകളുണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും ഓർഡർ ചെയ്യാം. ഓക്കെ. പിന്നെ അമ്മമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അമ്മമ്മ ചൂട് കുറവുണ്ടോ? ഭയങ്കര ചൂടാ. ഈ റൂമിൽ ഇരുന്ന തണുപ്പുണ്ട് അല്ലേ? ബാക്കിയുള്ളടത്തൊക്കെ ചൂടാ. ഞങ്ങളെല്ലാരും ഒരു റൂമിലാണ് അല്ലേ? ആണോ? എല്ലാരും ഇവിടെ തന്നെ. എല്ലാരും ഇവിടെ ഇരിക്കല്ലേ? ഇവിടെ അന്നേരം തണുപ്പ്. ചോറ് കഴിച്ചണ്ടേ? വരിയേ ചോറ് തിന്നണ്ടേ? കുറച്ചേണ്ട് മതിയോ? ഓക്കെ.